ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ബേബി ഡ്രസ്സസ് ആണ് കണ്ടത്. ഗേൾസിനായിട്ടും യൂണിസെക്സിനായിട്ടുമുള്ള ഡ്രസ് ന്യൂ ബോൺ ബേബീസിനാണെങ്കിലും അല്ലെങ്കിൽ 3 to 6 months 6 to 9 months ഒക്കെയുള്ള ഡ്രസ്സസ് ആണ് നമ്മൾ കണ്ടത്. അതിന് എല്ലാവരും നല്ലൊരു റെസ്പോൺസ് തന്നിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ടോപ്പ് മെറ്റീരിയൽസ് ആണ്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ടോപ്പ് മെറ്റീരിയൽസ് ആണ്. അത് റോ കോട്ടൺ മെറ്റീരിയൽസും ചെക്ക് കോട്ടൺ മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. എല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഓരോ പീസസിൻ്റെ അടിയിൽ അതിൻ്റെ റേറ്റും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടാകും. അപ്പം താല്പര്യമുള്ളവർക്ക് ആ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ മാവ് കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് വെച്ച് തന്നെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോ കോട്ടൺ മെറ്റീരിയലാണ്. ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. 2.5 മീറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നല്ല വീതിയിലുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് 3/4 സ്ലീവ് സുഖമായിട്ട് തയ്ക്കാവുന്ന മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് കഴുത്തിൻ്റെ സൈഡിൽ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കോർണറിൽ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വയറിൻ്റെ ഇവിടം വരെ വർക്ക് ഉണ്ടാകും. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈറ്റ് പീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ ലീവ്സിനും സ്റ്റെംസിനൊക്കെ കൊടുത്തിരിക്കുന്ന കളറ് ഒരു ഓഷ്യൻ ബ്ലൂ കളറായിട്ടുള്ള ത്രെഡുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ട്യൂബ്സും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ, ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മൾ ട്യൂബ്സും ഗോൾഡൻ കളർ ട്യൂബ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ലീവ്സ് തയ്ച്ചിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചും ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് സ്റ്റിച്ചും നടുക്ക് ഫ്രഞ്ച് നോട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേർവ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വർക്ക് ഉള്ളത്. സ്ലീവ്സിലൊന്നും വർക്കില്ല. ഇത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു പൈപ്പിംഗ് വെച്ച് തയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പീസ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 850 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസ് കണ്ടു നോക്കാം. ഇത് മെറ്റീരിയൽ റോ കോട്ടൺ ആണ് കേട്ടോ. മെറ്റീരിയൽ നല്ലൊരു കളർ ഷെയ്ഡാണ്. നമുക്ക് രണ്ടാമത്തെ മെറ്റീരിയൽ കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയൽ. ഇത് ചെക്കോട്ടയാണ് മെറ്റീരിയൽ. ലെമൺ യെല്ലോ കളറാണ്. ഇതും 2.5 മീറ്ററാണ് മെറ്റീരിയൽ. ഇത് നമ്മുടെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ നെക്കിൻ്റെ പോർഷൻസ് കഴിഞ്ഞിട്ടുള്ള ഡിസൈനിങ് ആണ്. അവിടെ ഒരു സ്ക്വയർ പോർഷനിൽ നല്ല വീതിയിലും അതുപോലെ തന്നെ നല്ല നീളത്തിലുമാണ് ആ സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഓരോരോ ബോക്സസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തെങ്കിൽ ഇവിടെ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രേപ്പ് വൈൻ കളർ ത്രെഡും കൊണ്ടാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരേ ഫ്ലവറിൻ്റെ നടുക്കും ഒരു ഗോൾഡൻ ബീഡും അല്ലാണ്ടുള്ള ബോക്സിൻ്റെ അകത്ത് പേർപ്പിൾ കളർ ലാവൻഡർ ഷെയ്ഡ് തന്നെ സ്റ്റോൺസും ആണ് വെച്ചിരിക്കുന്നത്. അത് നല്ലോണം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ത്രെഡ് വെച്ച് തയ്ച്ച് പിടിപ്പിച്ചേക്കും. അപ്പോൾ വിട്ടുപോരും എന്നുള്ള പേടി വേണ്ട. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതും ലോങ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ഫ്രണ്ടിൽ ഫുള്ളും ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് അതിൻ്റെ ബോട്ടം പോർഷനിൽ ഈ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് ഫ്ലവേഴ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. റോസിറ്റി സ്റ്റിച്ച് വെച്ചിട്ട് ബോട്ടം ഫുള്ളും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് 3 ലെയറായിട്ട് തയ്ച്ചിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ടോപ്പിൻ മെറ്റീരിയലിൻ്റെ ബോട്ടം പോർഷനിൽ. അതുപോലെ തന്നെ സ്ലീവിൽ ഒരു സിംഗിൾ ഫ്ലവറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് ഒരു സിംഗിൾ ഫ്ലവറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ വരുന്ന 2 സ്ലീവിലും. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. നെക്കിലും ബോട്ടം പോർഷനിലും നെക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവിലും ഡിസൈനിങ് ഉണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. മെറ്റീരിയൽ ചെക്കോട്ട ലെമൺ യെല്ലോയാണ് കളറ്. റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 800 റുപ്പീസാണ്. അപ്പം നമുക്ക് അടുത്ത മെറ്റീരിയൽ കണ്ടു നോക്കാം. ഇത് ബ്ലാക്ക് റോ കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിൻ്റെ നെക്കിൻ്റെ ഒരു സൈഡിലും
അതുപോലെ തന്നെ സെൻറ്റർ പോയിന്റിലുമാണ് ഡിസൈനിങ് വരുന്നത്. ഇങ്ങനെ കഴുത്ത് വെട്ടുമ്പോൾ ഈ ഒരു സൈഡും നടുക്കുമായിട്ടുമാണ് ഡിസൈനിങ് വരുന്നത്. ഇവിടെ 3 ഇവിടെ 2 വരുന്നത്. ഇങ്ങനെ കഴുത്ത് വെട്ടുമ്പോൾ ആ ഒരു ഇതിലാണ് വരുന്നത്. എന്നിട്ട് ഈ ഒരു ഇവിടെ മാത്രമാണ് ഡിസൈനിങ് ഉള്ളൂ. വേറെ താഴത്തോട്ടോ സ്ലീവിലോ ഒന്നും ഡിസൈനിങ് ഇല്ല. ഇത്ര മാത്രമേ ഡിസൈനിങ് ഉള്ളൂ. ഇത് റോ കോട്ടൺ മെറ്റീരിയൽ 2.5 മീറ്ററിൻ്റെ അകത്ത് നമ്മൾ ആങ്കർ കോട്ടൺ ത്രെഡ് മെറൂണും ക്രീം കളർ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ലേസി ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മളൊരു സീക്വൻസ് വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സെൻറ്റർ പോയിന്റിലൊക്കെ. പിന്നെ ഇവിടെ ഫ്രഞ്ച് നോട്ടും പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയും അങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാരണം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് പാൻസ് ഇടുവാണെങ്കിൽ ഓഫ് വൈറ്റ് പാൻസ് ആണെങ്കിലും ഇടാം. അതുപോലെ തന്നെ റെഡ് വേണമെങ്കിൽ റെഡ് കളർ പാൻസ് ആയാലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ. ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 775 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് അടുത്ത മെറ്റീരിയൽ കണ്ടു നോക്കാം. അടുത്തത് ചെക്കോട്ട മെറ്റീരിയൽ ആണ്. ഇതും 2.5 മീറ്റർ മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ ലൈറ്റ് ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ അകത്ത് മെറൂൺ കളർ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മെറൂണും പിന്നെ അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡുമാണ് നമ്മൾ ഫ്ലവേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും 2 കളർ ലീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡാർക്ക് ഒലീവും ഒന്ന് നോർമൽ ഗ്രീൻ കളറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നെക്ക് ലൈനിൽ കൂടെ ഡിസൈനിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിലും ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബോട്ടം പോർഷൻ വരുന്നതാണ്. താഴത്ത് നിറച്ചും ഇതുപോലെ ഫ്ലവർ പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പിങ്ക് ഉള്ളിൽ പുറത്ത് മെറൂൺ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സിനും സ്റ്റെംസിനും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ താഴെയും വന്നിട്ടുണ്ട്, നെക്കിലും ഉണ്ട്, പിന്നെ സ്ലീവിലും നമ്മൾ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ ഡിസൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവിൽ വരുന്നത്. ഇങ്ങനെ വളഞ്ഞ് 2 കയ്യിലും വരുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് 3 ഫ്ലവർ പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവിൽ വരുന്നത്. അപ്പോൾ കഴുത്തിലും കയ്യിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലും അത്യാവശ്യം നല്ലോണം വർക്കുള്ള ഒരു മെറ്റീരിയലാണ്. കോട്ടൺ ചെക്കോട്ടയാണ് മെറ്റീരിയൽ. 2.5 മീറ്റർ ആണ്. ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 975 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ മെറ്റീരിയൽ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയൽ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ പോലെ തളർന്നു കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അതിൻ്റെ അകത്ത് കഴുത്ത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ഡിസൈനിങ് ആണ്. പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ സർക്കിളിൽ ഒരു ഡിസൈൻ. അപ്പോൾ നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു ടോപ്പ് മെറ്റീരിയലാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇത് ആക്ച്വലി ഇത് നല്ല ഹെവി വർക്കാണ്. ഡിസ്കൗണ്ട് സെയിലാണ് ഈ ഒരു മെറ്റീരിയൽ മാത്രം. ഇതിൻ്റെ റേറ്റ് 600 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എല്ലാ ഡിസ്പ്ലേ ചെയ്ത മെറ്റീരിയൽസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.